ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ മധുരത്തിൻ്റെ രസതന്ത്രം എന്ന പാഠഭാഗത്തുള്ള പ്രാക്ടിക്കൽ ചോദ്യമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തന്മാത്രയുടെ ത്രിമാന മോഡലുകൾ തയ്യാറാക്കാൻ സഹായിക്കുന്ന ഒരു മോളിക്കുലർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ് അവഗാഡോ സോഫ്റ്റ്വെയർ എന്ന് മനസ്സിലാക്കുക. ഓപ്പൺ കെമിസ്ട്രി പ്രൊജക്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ പരിപാലനവും വിതരണവും നടക്കുന്നത്. നമുക്ക് തന്മാത്രകൾ നിർമ്മിക്കാൻ പറ്റും. അവഗാഡോ സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെയാണ് തന്മാത്രകൾ നിർമ്മിക്കുക എന്ന് നോക്കാം. അതിൻ്റെ ഘടന ചിത്രീകരിക്കുന്ന വിധമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അവഗാഡോ സോഫ്റ്റ്വെയറിൽ ജലതന്മാത്രയുടെ മാതൃക തയ്യാറാക്കാൻ വേണ്ടി ആദ്യം ഷോ ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ അവഗാഡോ എന്ന് ടൈപ്പ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതാണ് അവഗാഡോയുടെ പ്രധാനപ്പെട്ട ജാലകം. ഇത് മാക്സിമൈസ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് അവഗാഡോ സോഫ്റ്റ്വെയർ തുറക്കുക. ടൂൾ ബാറിൽ നിന്ന് ഡ്രോ ടൂൾ സെലക്ട് ചെയ്യുക. ഇതാണ് ഡ്രോ ടൂള്. ഈ ഡ്രോ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. എലമെൻസിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തേണ്ട മൂലകം ഇവിടെ ഓക്സിജനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതാണ് എലമെൻസ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓക്സിജൻ സെലക്ട് ചെയ്യുക. അഡ്ജസ്റ്റ് ഹൈഡ്രജൻ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ശേഷം ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് ഓക്സിജൻ ഉൾപ്പെടുത്തുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓക്സിജൻ ഉൾപ്പെടുത്തുക. അടുത്തത് എലമെൻസിൽ നിന്ന് രണ്ടാമത്തെ മൂലകം, ഇവിടെ ഹൈഡ്രജൻ സെലക്ട് ചെയ്യുക. എലമെൻസിൽ നിന്ന് രണ്ടാമത്തെ മൂലകമായ ഹൈഡ്രജൻ സെലക്ട് ചെയ്ത് ക്യാൻവാസിൽ ആദ്യം ഉൾപ്പെടുത്തിയ ഓക്സിജനിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഹൈഡ്രജനുമായി ബന്ധിപ്പിക്കുക. ഇതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വലിക്കുക. അതേപോലെ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് വലിക്കുക. ഇനി മൂലകങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്ങും അകലവും തുല്യപ്പെടുത്തുന്നതിനായി മെനു ബാറിൽ നിന്ന് എക്സ്റ്റൻഷൻസിൽ ക്ലിക്ക് ചെയ്യുക. എക്സ്റ്റൻഷൻസ് ഓപ്പൺ ബേബൽ, അതിന് നേരെയുള്ള ഒപ്റ്റിമൈസ് ജോമെട്രി സെലക്ട് ചെയ്യുക. മൗസിൻ്റെ ഇടത് ബട്ടൺ അമർത്തി മൗസ് നീക്കിയാൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൗസിൻ്റെ വലത് ബട്ടൺ അമർത്തി മൗസ് നീക്കുന്ന ദിശയിലേക്ക് വ്യൂ ക്രമീകരിക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് ക്രമീകരിക്കാനും പറ്റും എന്നും മനസ്സിലാക്കാം. മൗസിൻ്റെ സ്ക്രോൾ വീല് മുന്നോട്ടും പിറകോട്ടും ചലിപ്പിച്ച് ഇതിൻ്റെ വലുപ്പവും ക്രമീകരിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാം. ഇവിടെ ഫിൽറ്റർ എന്ന സ്ഥലത്ത് ഗ്ലൂക്കോസ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ താഴെ ഡി ഗ്ലൂക്കോസ് എന്നത് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇതോടെ ഗ്ലൂക്കോസ് തന്മാത്രാ ഘടന ലഭിക്കുന്നു. ഇതാണ് ഗ്ലൂക്കോസിൻ്റെ തന്മാത്രയുടെ ഘടന. ഇതിൻ്റെ രാസസൂത്രം C6H12O6. 6 കാർബൺ ആറ്റങ്ങളും 12 ഹൈഡ്രജൻ ആറ്റങ്ങളും 6 ഓക്സിജൻ ആറ്റങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് ഗ്ലൂക്കോസിൻ്റെ തന്മാത്രയുടെ ഘടന എന്ന് മനസ്സിലാക്കുക. അവഗാഡോയിലെ ആവർത്തന പട്ടികയും ലഭ്യമാണ്. ലേബൽ നോക്കി ഒരു മൂലകത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ
അവോഗാഡോ സോഫ്റ്റ്വെയറിൽ നൽകിയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ഉപയോഗിക്കാം. ഇതിൽ മൂലകങ്ങളുടെ പ്രതീകങ്ങൾക്കൊപ്പം പേരും നൽകിയിട്ടുണ്ടാവും. പീരിയോഡിക് ടേബിൾ ലഭിക്കുന്നതിനായി മെനു ബാറിലെ എക്സ്റ്റൻഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പീരിയോഡിക് ടേബിൾ എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബാറിലെ എക്സ്റ്റൻഷൻസിലെ പീരിയോഡിക് ടേബിൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ പീരിയോഡിക് ടേബിൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതെല്ലാം ക്ലോസ് ചെയ്യാം. ഈ ഒരു ഫയൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സേവിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന ജാലകത്തിൽ ഇവിടെ ആനുവൽ ഐടി എക്സാം എന്നതായിരിക്കും. ആനുവൽ ഐടി എക്സാം സെലക്ട് ചെയ്തതിന് ശേഷം എക്സാം 8ലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 8 സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റുഡൻസ് വർക്ക് 8ലാണ് സേവ് ചെയ്യേണ്ടത്. കുട്ടികൾ എക്സാം 8 പ്രൊഡക്റ്റിലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. 8A കുട്ടിയാണെങ്കിൽ 8A, റോൾ നമ്പർ 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിന് അതിനനുസരിച്ച് കൊടുക്കുക. പേര് രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പേര് നൽകി സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ ടൈറ്റിൽ ബാറിൽ 8A1 ഗ്ലൂക്കോസ് ഡോട്ട് CJSON എന്ന ഫോർമാറ്റും കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നമ്മൾ കൊടുത്ത ഫയൽ നെയിമും അതിനോടൊപ്പമുള്ള ഫയൽ ഫോർമാറ്റും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.